അങ്ങനെയാവുമ്പോൾ എനിക്കത് നേടാനുള്ള ത്വര കൂടും. കാരണം ഞാൻ ദിവസവും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന സമയത്ത് അത് നേടണം എന്നുറപ്പിച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈം ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് നേടാനുള്ള സാധ്യതയും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷമതയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കൂടുമെന്നുള്ളതാണ്. ഹായ്, നമ്മൾ എല്ലാവരും 18 വയസ്സ് തികഞ്ഞ് അന്നേരം ലൈസൻസ് എടുക്കും, ID കാർഡ് സെറ്റാക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പ്രായപൂർത്തി ആകുമ്പോൾ തന്നെ ചെയ്യും. പക്ഷെ സർക്കാർ ജോലിക്കോ 18 വയസ്സ് മുതൽ ശ്രമിക്കാം. പക്ഷെ അത് നമ്മൾ എപ്പോഴാണ് ശ്രമിക്കുന്നത്? കുറേ കാലം വീണ്ടും കഴിഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്ത് നമ്മൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒന്ന് ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നാട്ടുകാർ കുറ്റപ്പെടുത്തലുകൾ തുടങ്ങുമ്പോൾ, അല്ലാതെ കുറേ കാലമായില്ലേ അച്ഛനെ അമ്മേനെ മുടിപ്പിച്ച് നടക്കുന്നു, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ, ഇല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുക. അപ്പോഴേക്കും നമ്മുടെ കുറേ നല്ല കാലം കുറേ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ കയ്യിലുണ്ടായിരുന്ന അറിവുകളൊക്കെ ഇങ്ങനെ അടിയിലേക്ക് കയറി ഇങ്ങനെ നശിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും നമ്മൾ 1 മുതൽ തുടങ്ങി വരേണ്ടി വരും. അതേസമയം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അക്കാദമിക് പഠനം കഴിഞ്ഞിറങ്ങിയ പാടെയാണെങ്കിൽ നിങ്ങൾക്കിത് നേടാൻ എന്താണ് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് സംഗതി. അപ്പോൾ നമ്മൾ 15ഉം 2ഉം 17ഉം 3ഉം 20 അല്ലെ, ആ ഒരു ഡിഗ്രി കാലയളവിൽ, ഡിഗ്രിയുടെ ഒരു അവസാന കാലയളവിൽ, അല്ലെങ്കിൽ ഡിഗ്രി പഠന കാലഘട്ടത്തിലെ ഒരു സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ഒരു പഠനം ചെറിയ രീതിയിൽ ഇതിൻ്റെ സൈഡിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സർക്കാർ ജോലി സ്വന്തമാക്കാൻ പറ്റും. കാരണം ഒട്ടുമിക്ക പരീക്ഷകളുടെയും അടിസ്ഥാന യോഗ്യതയിലുള്ള വയസ്സ് എന്ന് പറയുന്നത് 18 മുതൽ മേലോട്ടേക്കാണ്. അപ്പം 18 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം പല തസ്തികകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു കാലഘട്ടത്തിൽ നേടിയെടുക്കാനും ഗുണകരമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങളുണ്ട്, ഇതെങ്ങനെ നേടാൻ ശ്രമിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ഇതിന് വേണ്ട സ്റ്റഡി പ്ലാൻ, നമുക്ക് എങ്ങനെ ഇതിൽ മുന്നോട്ട് പോകാം, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടിയത് ഈ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ വളരെ മുന്നേ തന്നെ ഇതല്ല ജോലിയൊക്കെ എന്തോ അറിയാതെ 10ാം ക്ലാസ് പഠിക്കുന്നു, +2 കഴിയുന്നു, ഡിഗ്രി കഴിയുന്നു, സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പല കോഴ്സുകളും ചെയ്യുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ട് ജോലി അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ ആദ്യം ഒരു ലക്ഷ്യം വെക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഈ സർക്കാർ ജോലി വേണം എന്നുള്ളതാണെങ്കിൽ, സർക്കാർ ജോലിയാണ് ഏറ്റവും വലുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏറ്റവും നല്ലത് അതാണെന്നും ഞാൻ പറയുന്നില്ല. സർക്കാർ ജോലി നേടിയിട്ട് ഇപ്പോൾ 5 വർഷമായിട്ട് അതിൽ നിന്ന് ലീവ് എടുത്ത് പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ഓക്കെ, പക്ഷേ എൻ്റെ ഗുണം എന്താ? സർക്കാർ ജോലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് എനിക്ക് അവിടെ കിട്ടുന്നതിനേക്കാൾ എത്രയോ ബെനിഫിറ്റ് ഇവിടെ കിട്ടും. ഞാൻ ഈ സർക്കാർ ജോലി നേടുന്നതിന് മുമ്പാണ് ഞാൻ ഈ പ്രൈവറ്റ് ജോലിയിലേക്ക് വന്നതെങ്കിൽ എനിക്ക് ഇന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളോ ആകർഷകമായിട്ടുള്ള ശമ്പളങ്ങളോ നിലയോ വിലയോ കിട്ടില്ല. അതേസമയം ഞാൻ ആ ജോലി നേടിയിട്ട് അതിൽ നിന്ന് ലീവ് എടുത്തിട്ട്, LW എടുത്തിട്ട് അല്ലേ, ലീവ് വിത്തൗട്ട് അലവൻസ് ആണ്, ശമ്പളരഹിത അവധി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്കിവിടെ സ്വീകാര്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെയും ഗുണം. നിങ്ങളുടെ പാഷൻ വേറെ ഒന്നാണെന്ന് തന്നെ കരുതുക. ഇതല്ല നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മേഖലകളിലേക്ക് എത്തണമെന്ന് വിചാരിക്കുക, അവിടെയും നിങ്ങൾക്കിത് ഗുണകരമാണ്. കാരണം സർക്കാർ ജോലി നേടിയ ഒരാൾക്ക് അവിടെ കിട്ടുന്ന സ്വീകാര്യത വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അവിടെ അഭിരുചിയും കഴിവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന സ്വീകാര്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ നേടിക്കഴിഞ്ഞാൽ പലവിധ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ആദ്യം നമ്മൾ ആ ലക്ഷ്യം ഒന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതായത് 2025 അല്ലേ, ഇനി വരാൻ പോകുന്ന വർഷത്തിൽ പലവിധ നോട്ടിഫിക്കേഷനുകൾ ഉണ്ടാവും. ആ ഒരു ജോലി നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങുക. അതായത് ഒരു വർഷത്തെ ഒരു പഠനം, ഈ ഒരു വർഷത്തെ പഠനം ഇതിനു വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു കാലഘട്ടം നിങ്ങൾ നിശ്ചയിക്കുക. അവിടെ നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഒരേപോലെ ഒരേ താണത്ത് പോയാൽ മതി, ഹാർഡ് വർക്കൊന്നും വേണ്ടപ്പോൾ. ഒരു വർഷത്തേക്ക് നീണ്ട പ്രോസസ്സ് ആകുമ്പോൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 2 മണിക്കൂറൊക്കെ നീക്കി വെച്ച് കുറച്ച് വീതം ഇങ്ങനെ പഠിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ 2025 ഒരു സർക്കാർ ജോലി നേടുക എന്നുള്ളൊരു ലക്ഷ്യം അവിടെ നിങ്ങൾ ഉറപ്പിക്കുക. അതിന് ടൈം ബൗണ്ട് ചെയ്തു 2025. ഓക്കെ, ഇങ്ങനൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി പൊരുതുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊക്കെ എന്തായിരിക്കും, നല്ല മടിയുള്ള കാര്യമായിരിക്കും. പക്ഷെ ആ മടി മാറണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണഗണങ്ങളാണ് എനിക്കുണ്ടാവുക അല്ലേ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റും, അല്ലെങ്കിലേ പറ്റുള്ളൂ, എന്നാലേ പറ്റുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ സ്ഥിതിയെങ്കിലോ നമ്മൾ ഈ ലക്ഷ്യത്തിന് വേണ്ടി കുറച്ചുകൂടെ നന്നായിട്ട് പ്രയത്നിക്കും. നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. യഥാർത്ഥ കഴിവ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ തിരിച്ചറിയതൊക്കെ പരീക്ഷ കാലയളവിലൊക്കെയാണ്, ഏതെങ്കിലുമൊക്കെ പരീക്ഷ അടുക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങളുടെ എനിക്ക് ഇത്രയും പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക. അതിന് മുമ്പൊക്കെ നമ്മൾ മടി പിടിച്ച് കംഫർട്ട് സോണിൽ ഇങ്ങനെ മെല്ലെ പോവുകയാണ്
ചെയ്യുക. ഇത്രയും കഴിവ് എനിക്ക് ഉണ്ടായിരുന്നു അല്ലേ, ഈ പഠിത്തം ഞാൻ മുമ്പ് പഠിച്ചാൽ മതിയായിരുന്നു ഒക്കെ തോന്നിയ പല സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ പലപ്പോഴേ വന്നിട്ടില്ലേ? അതാണ് ആ യഥാർത്ഥ കഴിവ് നമ്മൾ പുറത്തെടുക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രചോദിപ്പിക്കണം. അത് പ്രചോദിപ്പിക്കണമെങ്കിൽ ഈ ലക്ഷ്യവും നിങ്ങളുടെ ആഗ്രഹങ്ങളും ചേർന്ന് നിൽക്കണം. ലക്ഷ്യം ഒരു വഴിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു വഴിക്കും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും പല സമയത്ത്. അതുകൊണ്ട് കാര്യമില്ല. ഈ ലക്ഷ്യം നേടിയാലേ എനിക്ക് ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബക്കറ്റ് ലിസ്റ്റൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ചെറുതും വലുതുമായിട്ടുള്ള പല ആഗ്രഹങ്ങൾ അല്ലേ? അതൊക്കെ ഈ ജോലി നേടിയാലേ, എനിക്ക് ഈ ലക്ഷ്യം നിറവേറ്റിയാലേ നേടാൻ പറ്റൂ എന്നുള്ളത് മനസ്സിനെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ലക്ഷ്യത്തിന് വേണ്ടി കൂടുതൽ നന്നായിട്ട് എന്ത് ചെയ്യും? പ്രയത്നിക്കും. നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് പല സാധനങ്ങൾ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ഐഫോണോ അല്ലെങ്കിൽ S24 മുതലായിട്ടുള്ള ഫോണുകളാവാം അല്ലേ? അത് ഓരോ സമയത്തും അതേപോലെ തന്നെ മാറി മാറി വരുന്ന പല സ്വപ്നങ്ങളുണ്ടാവും. വാഹനങ്ങളാവാം അല്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും പലവിധ ബൈക്കുകളും അല്ലേ? അങ്ങനെയുള്ള പലവിധ ആഗ്രഹങ്ങളുണ്ടാവാം. കാറാവാം, പിന്നെ ചിലപ്പോൾ നല്ല വീടാവാം, ചിലപ്പോൾ പലവിധ ചെറുതും വലുതുമായിട്ടുള്ള പലർക്കും വ്യത്യസ്തമായിട്ടുള്ള പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. ഈ ഒരു സാധനത്തെ, നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും എന്ത് ചെയ്യുക? ഈ ലക്ഷ്യത്തോടൊപ്പം, ഈ ലക്ഷ്യം നേടിക്കഴിഞ്ഞാലേ എനിക്ക് നേടാൻ പറ്റൂ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം ടൈം ബൗണ്ട് ചെയ്യുക. എന്ത് ചെയ്യുക? 2025 സർക്കാർ ജോലി, അടുത്ത ലക്ഷ്യം, അടുത്ത ആഗ്രഹം, ഇതൊക്കെ എന്ത് ചെയ്യുക? ഓരോ വർഷം ഇന്ന സമയം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. നിങ്ങളുടെ ഒരു പഠന മുറി ഉണ്ടാവുമല്ലോ, അവിടെ ഇത് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എഴുതി വെക്കുക. അതോടൊപ്പം നിങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്ന ആഗ്രഹങ്ങളെ ടൈം ബൗണ്ട് ചെയ്ത് വെക്കുക. ടൈം ബൗണ്ട് ചെയ്യുന്നതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസമുണ്ടേ. നമുക്കൊരു ആഗ്രഹം, ഇപ്പോൾ കഠിനമായ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വാഹനമൊക്കെ വാങ്ങാൻ വിചാരിക്കുന്ന സമയത്ത് ഇന്നൊരു കാറ് വാങ്ങണം അല്ലേ, അത് ഇന്ന സമയത്ത് വാങ്ങണം എന്ന് ചിന്തിക്കുന്നതും ഒരു കാറ് വാങ്ങണം എന്ന് ചിന്തിക്കുന്നത് വ്യത്യാസമാണ്. ആ ഒരു കാറ് വാങ്ങണമെന്ന് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ചിലപ്പോൾ അത് വാങ്ങി ഏതെങ്കിലും കാലത്തായിരിക്കും. അതേസമയം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി, ആ വാഹനം കാണുമ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അതിനെപ്പറ്റി യൂട്യൂബിലും ഗൂഗിൾ സെർച്ചൊക്കെ നടത്തി ആ വാഹനങ്ങളുടെ വീഡിയോകളും അല്ലെ അതിൻ്റെ സവിശേഷതകളൊക്കെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ ആകുമ്പോൾ എനിക്കത് നേടാനുള്ള ത്വര കൂടും. കാരണം ഞാൻ ദിവസവും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്ന സമയത്ത് അത് നേടണം എന്നുറപ്പിച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈം ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് നേടാനുള്ള സാധ്യതയും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷമതയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? കൂടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാദ്യം നിങ്ങൾ നിങ്ങളുടെ പഠനമുറിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ലക്ഷ്യം എഴുതുക, ഇന്ന വർഷം, ഓക്കെ. ദെൻ ഓരോ ആഗ്രഹങ്ങളും ഏകദേശം ഇന്ന സമയം നിങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ള രീതിയിൽ പഠനമുറിയിൽ എഴുതി ഒട്ടിച്ചു വെക്കുക. അത് നമ്മൾ ദിവസവും ഇങ്ങനെ പ്രചോദിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ദീർഘകാലത്തെ ഒരു പ്രോസസ്സിന് ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ ആരെങ്കിലും ഉന്തി തള്ളി തരേണ്ടി വരും. നിങ്ങൾ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ കയറി റീൽസ് കാണേണ്ടി വരും അല്ലെ? മോട്ടിവേഷൻ വീഡിയോകൾ ഇങ്ങനെ തപ്പി നടക്കേണ്ടി വരും. ദിവസവും മോട്ടിവേഷൻ വേണം, 2 ദിവസം പഠിക്കും, പിന്നെ വീട്ടിൽ നിൽക്കും അല്ലേ? അപ്പോൾ ആ രീതിയിലായി പോകും. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. തുടക്കക്കാർ, ഡിഗ്രി ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് കഴിഞ്ഞ ആളുകൾ അല്ലേ, അക്കാദമിക് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഏകദേശം ഈ ഒരു പ്രായമാകാനായിട്ടുള്ള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനുള്ള പ്രായമാകാനായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ എന്ത് ചെയ്യാം? ഈ രീതിയിൽ ചെയ്യാം. ഇനി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോഴേ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ലഭിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ ശരാശരി ഒരു PSC ഉദ്യോഗാർത്ഥിയെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ശരാശരി PSC ഉദ്യോഗാർത്ഥിയുടെ പ്രായം എടുത്തു നോക്കിയാൽ, മൊത്തം PSC ഉദ്യോഗാർത്ഥികൾ നോക്കുമ്പോൾ 18 മുതൽ അങ്ങോട്ടേക്കുള്ള അല്ലേ പ്രായപരിധി, ചിലതിന് 36, ചിലതിന് 35, അല്ലെ അങ്ങനെ പല ഇതുണ്ടല്ലോ, 39 റിസർവേഷൻ കാറ്റഗറിക്ക്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി എന്തായാലും ഒരു 30 മുകളിലായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ, 30 മുകളിലായിരിക്കും ശരാശരി. അപ്പോൾ ഇവരുമായി മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും? നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഫ്രഷാണ് നിങ്ങളുടെ ബ്രെയിന്. ഇപ്പോൾ ഒന്ന് ദിശ മാറ്റി വിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അറിഞ്ഞിറങ്ങിത്തിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അങ്ങനെ ഒരാളെടുത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ. ഞാനിങ്ങനെ നേടിയ ആളാണ്. ഞാൻ എൻ്റെ B.Ed പഠനം കഴിയുമ്പോഴേക്കും സർക്കാർ ജോലി നേടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും അഭിമാനത്തോട് പറയുന്നൊരു വാചകമാണ്, 22ാം വയസ്സിൽ ഞാൻ സർക്കാർ ജോലിയിലേക്ക് കയറുമ്പോൾ എൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ റാങ്ക് ലിസ്റ്റുകളിൽ ഞാൻ അന്ന് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അഭിമാനത്തോട് ഉദ്യോഗാർത്ഥികളോട് പറയുന്നൊരു കാര്യമാണത്. വളരെ അഭിമാനമുണ്ട്. കാരണം എന്താ? അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, പലവിധ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ നിന്നാണ് ഇത് വേണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്ത് കഠിനമായി പരിശ്രമിച്ച് നേടിയതാണ്. പല പ്രശ്നങ്ങളുണ്ട്. നാടൻ പണിക്ക് പോയിട്ടുണ്ട് അല്ലെ, പല നാടൻ പണികൾക്കും പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇതിനിടയിൽ കൂടെ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ പാട് കുറച്ച് കാലം PSC പഠിക്കുന്ന ആ ടൈമിൽ പോയിട്ടുണ്ട്. പിന്നെ B.Edന് പോകുന്നു. ആ B.Ed പൂർത്തിയാകുമ്പോൾ ജോലി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരു മിടുക്കൻ്റെ അടുത്ത് ഞാനിന്ന് വന്നിരിക്കുന്നത്.
ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ പഠിക്കാൻ തുടങ്ങി. ഡിഗ്രി കഴിഞ്ഞ പാടെ CPOയുടെ നോട്ടിഫിക്കേഷൻ വന്നു, മൂപ്പർ അപ്ലൈ ചെയ്തു, CPOയിൽ ഫസ്റ്റ് റാങ്ക് നേടി. ഇന്ന് 22-ാം വയസ്സിൽ ഇപ്പോൾ PSCയിൽ CPOയിൽ അഡ്വൈസ് ആകാൻ പോവുകയാണ്. ഇപ്പോൾ ഓൾറെഡി മൂപ്പർ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുക. അനീഷാണ്, തവനൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറായിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ CPOയിലേക്ക് പോകും മൂപ്പർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ അടുത്ത് നിന്നാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അവൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നേടുന്നുണ്ട്. 20, 21, 22 വയസ്സിൽ ഉദ്യോഗാർത്ഥികൾ ജോലി നേടി പോകുന്നുണ്ട്. ഈ തിരിച്ചറിവ് വേണം, ഇറങ്ങി തിരിക്കാനുള്ള മനസ്സ് വേണം. അവിടെ ഇത് സൈഡിലൂടെ പഠനം കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം വേണം, അതിൽ നിലനിൽക്കാനുള്ള ഒരു ദൃഢനിശ്ചയം വേണം. അങ്ങനെയാണെങ്കിൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ കാരണം എന്താണ്, ഈ തുടക്കത്തിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, PSCയുടെ ഇപ്പോഴത്തെ സിലബസ് നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജാണ്. അന്ന് ഞാൻ 22-ാം വയസ്സ് കയറുമ്പോൾ അതൊക്കെ എന്താണ്, റെക്കോർഡ് പോലെയാണ്. വളരെ അപൂർവ ആളുകളാണ് ആ ഒരു ചെറിയ പ്രായത്തിലൊക്കെ കയറുന്നുള്ളൂ. എൻ്റെ കൂടെ ഒന്ന് ആ ഒരു കാലഘട്ടത്തിൽ കയറിയാലൊക്കെ എന്നെക്കാളും പ്രായം കൂടിയവരാ. എന്നെക്കാളും പ്രായം കുറഞ്ഞാലുള്ളത് ഒന്ന് ഡൈൻ ഹാർനസിൽ വന്നൊരു കുട്ടിയൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ബാച്ചിലൊക്കെ. അപ്പോൾ എല്ലാവരും അന്ന് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം പോലെ. പക്ഷേ ഇന്നതൊരു സംഭവമല്ല. കാരണം ഈ പ്രായത്തിൽ പലരും സർക്കാർ ജോലിയിലേക്ക് കയറി പോവുകയാണ്. കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, വിജിലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുകയാണ്, നേടി പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഗുണം ഇതാണ് നിങ്ങൾക്ക്. ഇന്നത്തെ PSC പരീക്ഷയുടെ സിലബസ്, PSCയുടെ ഈ മാറിയ രീതിയിൽ PSC പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് SCERT NCERT ആണ്. അതിൽ വരുന്ന GK ഏരിയയിൽ ഭൂരിഭാഗവും ചോദ്യങ്ങൾ വരുന്നത്, ഒരു 70-75% ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്, SCERT NCERT പാഠപുസ്തകത്തിൽ നിന്നാണ്. അതിൽ ഭൂരിഭാഗം എവിടെ നിന്ന് തന്നെയാണ്, SCERT പാഠപുസ്തകത്തിൽ നിന്നാണ്. ഈ +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളിലാണ് NCERT കുറച്ച് ചോദിക്കുന്നത് കൂടുതലായിട്ട് വരുന്നത്. അതേസമയം 10th ലെവൽ പരീക്ഷകളിൽ SCERT തന്നെയാണ് ഭൂരിഭാഗവും വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതൊക്കെ നിങ്ങൾ അടുത്ത കാലങ്ങളിലായിട്ട് കടന്നുപോയ സംഗതികളാണ്. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കയറും. അതല്ല ഇവിടെ സ്ഥിതി. ഒരു സാധാ ഉദ്യോഗാർത്ഥിയുടെ കാര്യത്തിൽ അതല്ല സ്ഥിതി. അവരിതൊക്കെ പഠിച്ച ഏതോ കാലമാണ്, പഠിച്ചൊരു ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് അവരുണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ഒരു സിലബസിൻ്റെ കാര്യമാണ്. അങ്ങനെയുള്ളൊരു സിലബസാണ് ഇപ്പോൾ PSCക്ക് ഉള്ളത്. അതുകൊണ്ട് എന്താണ്, നേടാൻ എളുപ്പമാണ്, ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്താ, അക്കാദമിക് പഠനം കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ജോലി നേടാം. ഇത് ഒരു നിശബ്ദമായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ സെൻറ്ററിൽ പോയേ പഠിക്കാൻ പറ്റുള്ളൂ, ഓഫ്ലൈൻ സെൻറ്ററിൽ പോയേ PSC പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഓൺലൈനിലുണ്ട്, ആപ്പിലൊക്കെ എന്താണ് കോഴ്സുകളുണ്ട്. നമ്മൾ എൻട്രിയിൽ തന്നെ ഇപ്പോൾ ലോങ് ടേം ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഒരു വർഷത്തെ 10th ലെവൽ ബാച്ച് എൻ്റെ പേരിലുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിഗ്രി ലെവൽ ബാച്ച് ഒരു വർഷത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരാളും അറിയാതെ വീട്ടിൽ മാത്രം അറിഞ്ഞുകൊണ്ട് വേണേൽ പഠിച്ചു പോകാവുന്ന സാധനമാണല്ലോ. നാട്ടുകാർ അറിയുന്നില്ല നമ്മുടെ ഒക്കെ പ്രശ്നം എന്താണ്, നാട്ടുകാർ തെണ്ടികൾ കളിയാക്കുക എന്നുള്ളതാണ് ഈ PSC ഉദ്യോഗാർത്ഥികളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതില്ലാതെ നിങ്ങൾ പഠിച്ച് കഴിയുമ്പോഴേക്കും ജോലി നേടാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നിങ്ങളുടെ അക്കാദമിക് പഠനത്തിൻ്റെ കൂടെ ചെറുതായിട്ട് ഇതൂടെ സൈഡിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു കോഴ്സും കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ജോലിയിലേക്ക് കയറാൻ പറ്റും. കൂടെ പഠിച്ചവരൊക്കെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ വില നിൽക്കും. ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക, ഞെട്ടിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ കാര്യം. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തിനുള്ള അവസരം. പലരുടെയും വിചാരം എന്താ, അത് പഠിക്കണം, എനിക്ക് ഇത് പഠിക്കണം, ഇന്നത് പഠിക്കണം, എനിക്കിങ്ങനെ പോകണം, എന്നിട്ട് ജോലി അന്വേഷിക്കാമെന്നുള്ള. പക്ഷേ നിങ്ങൾക്ക് സർക്കാർ സർവീസ് കയറിയാൽ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് ലീവ് എടുക്കാം. നിങ്ങൾക്ക് ജോലി അവിടെ ഉറച്ചു, നിങ്ങൾ സേഫായി. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് LW എടുക്കാം, ലീവ് വിത്തൗട്ട് അലവൻസ്. ശമ്പളം ഇല്ലാത്ത ലീവ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപരിപഠനത്തിന് പോകാം. അല്ലെങ്കിൽ ബെറ്റർ ജോബ് ഇൻ ഇന്ത്യ എന്നുള്ള ഓപ്ഷനിൽ ലീവ് എടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മേഖലയിൽ കഴിവുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ നിങ്ങൾക്ക് പറ്റിയ ഫീൽഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടത്തേക്ക് ജോലിക്ക് പോകാം. അപ്പോൾ നിങ്ങൾ സർക്കാർ ജോലി എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ച മുരടിച്ചു പോകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. മിടുക്കന്മാരായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനൊരു സാധനം നേടുന്നത്. ആ നേടുന്ന നിങ്ങൾ പിന്നെ അതുമാത്രമായി ഒതുങ്ങിക്കൂടണം എന്ന് ആഗ്രഹിക്കുന്നതല്ല ഗവൺമെൻറ് എന്ന് പറയുന്നത്. മുമ്പ് 20 കൊല്ലം ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ചു 5 കൊല്ലമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലീവ് എടുത്തിട്ട് 5 വർഷം നിങ്ങൾക്ക് പുറത്ത് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് കഴിവുള്ള ഒരാളാണ്, സർക്കാർ ജോലി കിട്ടിയതുകൊണ്ട് ഇത്രയേ വളരാവൂ എന്നില്ല. അതിൽ വലിയ അവസരങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വിനിയോഗിക്കാനുള്ള ചാൻസ് ഇവിടെയുണ്ട്. ചാൻസ് ഇവിടെ ഉണ്ട് എന്നുള്ള മാത്രമല്ല, അത് വിനിയോഗിക്കാൻ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യതയും കൂടുതലായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം നോക്കിയേ, ഞാനിപ്പോൾ എൻട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ, ഞാനും പ്രദീപ് സാറൊക്കെ എൻട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കൂടുതൽ സ്വീകാര്യത അവിടെ കിട്ടാനുള്ള കാരണം എന്താ, ഇത്രയും വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള കാരണം എന്താ, ഞങ്ങൾ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഉദ്യോഗാർത്ഥികളെ സർക്കാർ ജോലിക്ക് വേണ്ടി പരിശീലിപ്പിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അത് നേടിയ ആളുകൾ വരുമ്പോൾ അവർക്ക് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ ആക്സെപ്റ്റൻസ് കിട്ടും. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോയിന്റ്. അതിനാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞത്. നിങ്ങളിത് നേടിയതിന് ശേഷം
നിങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ മാത്രമല്ല, നിങ്ങൾ മറ്റേത് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വീകാര്യത കൂടും. കാരണം നമ്മുടെ കേരളീയ സമൂഹം ആ ഒരു സർക്കാർ ജോലിയെ ഇത്തിരി അന്തസ്സുള്ള ജോലിയായിട്ട് കാണുകയും അതുള്ളവരെ അതിനനുസരിച്ചുള്ള വില നൽകി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നേടിയവനോട് ആ ഒരു ഇതുണ്ടാവും. നമ്മൾ ഏത് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴും അവിടെ നിൽക്കാം, അവൻ അതിൽ നിന്ന് വരുന്നല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു കഴിവും കാര്യങ്ങളും ഗുണങ്ങളും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും മറ്റുള്ള എന്താണ് കിട്ടുന്ന ആ ഒരു ബഹുമാനവും കാര്യമൊക്കെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാന കാര്യം. ഉപരിപഠനത്തിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ജോലി നേടിക്കഴിഞ്ഞ് ചെയ്യുന്ന മിടുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ആ രീതിയിലേക്ക് ചിന്തിക്കണം എന്നുള്ളതാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ എന്തോ കാരണവശാൽ നമ്മളെ മുന്നേ ഞാനൊക്കെ രക്ഷപ്പെട്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എൻ്റെ മൂത്തമ്മയുടെ മകനുണ്ട്, അവൻ സർക്കാർ ജോലി നേടിയപ്പോൾ അവൻ സർക്കാർ ജോലി എന്നല്ല, അവനെല്ലാം നേടുന്നതും അതിനനുസരിച്ച് തന്നെയാണ് ഞാനും വന്നത്. 10ാം ക്ലാസ്സിൽ അവൻ ഫസ്റ്റ് ക്ലാസ് നേടിയപ്പോൾ എനിക്ക് അതിലും കൂടുതൽ മാർക്ക് നേടുന്ന ചിന്ത വന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ആ ഒരു സാധനം ഒരാൾ മുന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ ആ മേഖലയിലേക്ക് വേഗം വന്നതും നേടിയെടുത്തതും. ഇതേപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കുറ്റം പറയും. ഈ സർക്കാർ ജോലിയുള്ള വീട്ടുകാരെ അവരുടെ മക്കളൊക്കെ സർക്കാർ ജോലിയാകുമ്പോൾ നമ്മൾ പറയാം ഓരെല്ലാം സർക്കാർ ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ അവനും കിട്ടിയാണ് വാങ്ങിക്കൊടുത്തായിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയും പറയും. അതേപോലെ പട്ടാളക്കാരെ മക്കൾ പട്ടാളത്ത് പോകുമ്പോൾ നമ്മൾ പറയാം അത് അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തായിരിക്കും അല്ലേ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പോകുമ്പോൾ ഞാനും പണ്ട് അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ അതല്ല സാധനം. അങ്ങനെയുള്ള ആളുകൾ അവരെ എന്ത് ചെയ്യും, ചെറുപ്പത്തിലെ മോൾഡ് ചെയ്യുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെയാവുമ്പോൾ അവർ നേടിപ്പോവും. ഇതറിയാത്ത നമ്മളോ ഇവരെ കുറ്റവും പറഞ്ഞ് നമ്മളെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, അവസരങ്ങൾ ഇങ്ങനെ പലതുണ്ട്. അത് എവിടെന്നെങ്കിലും തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സർക്കാർ ജോലിക്കാരനോ നിങ്ങളിങ്ങനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് ഇന്ന ഗുണങ്ങളുണ്ട്, ഇതിങ്ങനെ നേടാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന എല്ലാവരും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇതിനുള്ളൊരു അവസരമായിട്ടാണ് ഇതിനെ നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത കാര്യം ഇതാണ്, കംഫർട്ട് സോൺ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ജോലി നേടുക. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ജീവിതം എന്നും ഇങ്ങനെ പോകുന്നു, ഇപ്പോൾ സുഖമാണ് അല്ലേ, എന്ത് കാര്യത്തിനോ ചോദിച്ചാലും അച്ഛനും അമ്മയും പൈസ തരും അല്ലേ, ചോദിക്കുന്നു, തരുന്നു, വാങ്ങുന്നു, ഉപയോഗിക്കുന്നു. നിങ്ങൾ വിചാരിക്കും എന്നും ഇതേപോലെ കംഫർട്ട് സോണിൽ നിങ്ങൾ പോകുന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തെറ്റി മക്കളെ, തെറ്റി. ഈ കംഫർട്ട് സോൺ ഒരിക്കൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് നിങ്ങൾ എത്ര സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളാണെങ്കിലും നിങ്ങളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയും. അന്ന് നിങ്ങൾ അഭിമാനബോധമൊക്കെ വ്രണപ്പെട്ടിട്ട് അങ്ങ് ഉയർത്ത് എഴുന്നേറ്റ് അങ്ങ് തകർത്ത് കളയാന്ന് വിചാരിച്ചാൽ മക്കളെ, അന്ന് നിങ്ങളെ അവസ്ഥ ഇതായിരിക്കില്ല. ഇന്നത്തെ ഈ ഒരു ബ്രെയിൻ ആയിരിക്കില്ല, ഇന്നത്തെ ഈ ഒരു സാഹചര്യം ആയിരിക്കില്ല, ഇന്നത്തെ ഈ ഒരു മൈൻഡ് ആയിരിക്കില്ല. അന്ന് നമ്മൾ ഇന്ന് മെനക്കെടേണ്ട ഇരട്ടി മെനക്കെടേണ്ടി വരും. കാരണം എന്താ, സമയം മാറി, കാലഘട്ടം മാറി, കാലം മാറി. അപ്പോൾ നമ്മളിപ്പോഴാണെങ്കിൽ നമുക്കത് ഗുണകരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ വന്നിട്ട് വേണം ഞാനിതിന് ഇറങ്ങിത്തിരിക്കാൻ ഒരു ഇൻസൾട്ട് കിട്ടിയിട്ട് വേണം എനിക്ക് ഇൻസ്പിറേഷൻ വരാൻ എന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അത് ഇൻസൾട്ട് വരും, ഞാൻ 100% നിങ്ങൾക്ക് എഴുതി തരാം. നിങ്ങൾ എത്ര സാമ്പത്തിക ഭദ്രതയുള്ള ചുറ്റുപാടിൽ നിന്നായാലും ഒരു ദിവസം നിങ്ങളുടെ അഭിമാനം വ്രണപ്പെടുത്താൻ അയാൾ വരും. അതൊന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. അന്ന് ഇത് വ്രണപ്പെട്ടാൽ ഒരുപക്ഷെ ഇത് നേടിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതേസമയം ഇപ്പം നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും നമുക്ക് വേണം. അല്ലാതെ ആ ഒരു സമയത്ത് മാത്രം അതിനൊരു കാലഘട്ടമുണ്ട്, ഇതെല്ലാം കഴിയട്ടെ, ഇപ്പം പഠിക്കുകയല്ലേ, അപ്പം പഠനം കഴിയട്ടെ എന്നിട്ട് നോക്കാം ഇപ്പം ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് പോട്ടെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുക. പക്ഷേ അടിച്ചു പൊളി ഇതല്ല, ഇനി അടിച്ചു പൊളി കിടക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ സാധനം, നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു 10, 60, 70 വയസ്സ് വരെയുള്ള ഒരു ജീവിതം, ഒരൊറ്റ ജീവിതമല്ലേ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾക്കും എനിക്കും അതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ജീവിതം നമുക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക തന്നെ വേണം. അത് ആണായാലും പെണ്ണായാലും. ആ ഒരു കാഴ്ചപ്പാട്, പണ്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആണുങ്ങളാണല്ലോ, ഇപ്പോൾ ആ കാഴ്ചപ്പാടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പലർക്കും മാറ്റം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലും കുറേ പേരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, കെട്ടിയവന് ജോലി ഉണ്ട് പിന്നെ അവൻ കൊണ്ടാൽ കഴിഞ്ഞു കൂടാ. അങ്ങനെ ചിന്തിക്കരുത്. ഇനി കെട്ടിയവന് ജോലി ഉണ്ടെങ്കിൽ ഓൻ പറയുന്നെല്ലാം കേട്ട് പിന്നീട് അങ്ങ് ജോലി നേടാം വിചാരിക്കരുത്. നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ ജോലി നേടുക. അതാണ് അന്തസ്സ്, അഭിമാനം എന്ന് പറയുന്നത്. കിട്ടുന്ന വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പം പെൺകുട്ടികളാണ് പറയുന്നത്, നിങ്ങൾ സർക്കാർ ജോലി അല്ലെങ്കിൽ എന്ത് ജോലി ആയാലും ജോലി നേടി സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് 5-10 കുറച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നു അല്ലാത്തതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കിട്ടുന്ന സ്വീകാര്യതയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ജോലിയും വാങ്ങിയിട്ട് നിങ്ങൾ കല്യാണം കഴിയുകയാണെങ്കിൽ കിട്ടുന്ന വിലയും, നിങ്ങൾ കല്യാണം കഴിച്ച് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സർക്കാർ ജോലി നേടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്രെഡിറ്റ് പകുതി ആര് കൊണ്ടുപോകും? അവർ കൊണ്ടുപോകും. ആര്? നിങ്ങൾ ഒന്നിനും സഹായിക്കാത്ത ഭർത്താവും അമ്മായിയമ്മയും അവരെ കുടുംബക്കാരൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ പാഞ്ഞു നടക്കും.
പാവം നിങ്ങൾ ഇത്രയും കാലം ഇതിന് വേണ്ടിയിട്ട് പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു ക്രെഡിറ്റും വിലയും ഉണ്ടാവില്ല. അതേ സമയങ്ങൾ നേടിയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിയുന്നതെങ്കിൽ ആ കല്യാണ വീട്ടിലേക്ക്, ആ കുടുംബത്തിലേക്ക്, അല്ലേ, ആ ഫാമിലിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ കയറി പോകുമ്പോൾ നിങ്ങളെ വില വേറെയാണ്, നിങ്ങളെ വീട്ടുകാർക്ക് ലഭിക്കുന്ന വില വേറെയാണ്. അതുകൊണ്ട് മാക്സിമം സർക്കാർ ജോലി നേടാൻ നിങ്ങൾ തീരുമാനിച്ചിറങ്ങുകയാണെങ്കിൽ അത് കല്യാണത്തിന് മുമ്പേ നേടുക. അന്തസ്സായിട്ട് ജോലി നേടി സ്വന്തം കാലിൽ നിന്ന് തുടങ്ങിയിട്ടൊക്കെ കല്യാണത്തിനെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ചിന്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ എന്താണ് അവിവാഹിതരായിട്ടുള്ള കുട്ടികളെ കൊണ്ടൊക്കെ ഏത് ഓഫ്ലൈൻ ബാച്ചിൽ പോയാലും അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കാറുണ്ട്. എന്നിട്ടേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുപ്പിക്കുക. കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്നിട്ടേ കുട്ടികൾ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുപ്പിക്കുക. അതാണ് കാര്യം. എന്താണ് കാരണം? ഇത് ഓരോ ഘടകങ്ങൾ വരും തോറും നമുക്ക് നേടാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരിക. നേടുന്നവരില്ല എന്നല്ല, പക്ഷേ സാധ്യത കുറഞ്ഞു വരിക. കാരണം എന്താ, നമുക്ക് അവിടെയും നമ്മളെ എഫേർട്ട് കുറേ കൊണ്ടുപോകണം. നമുക്ക് 100% നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. കുറേ നമ്മൾ അതിലേക്കും ശ്രദ്ധ പോവുകയാണ്, പല കാര്യങ്ങളും നമ്മൾ ഇടപെടേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം അതിന് മുമ്പേ നേടുക എന്നുള്ളതാണ് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സോൺ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ 100% ഞാൻ ഉറപ്പ് തരാം. ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് നിർദ്ദേശങ്ങളൂടെ ഇപ്പോൾ പറയാം. അങ്ങനെയുള്ള ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ ചാനലിൽ തന്നെ പല വീഡിയോസ് നിങ്ങൾക്ക് കാണാം എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ളത്. ഇപ്പോൾ ഒന്ന് ചുരുക്കത്തിൽ ചെറുതായിട്ട് നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാം. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, PSC 2020-21 കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ചോദ്യ രീതികളിൽ മാറ്റങ്ങളുണ്ട്. സ്റ്റാൻഡേർഡ് ഇത്തിരി കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ചോദ്യം 4 ഓപ്ഷൻ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ തന്നെ പല കാലഘട്ടത്തിൽ പല പരീക്ഷകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ അത് മാറി. ആവർത്തന ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു, ചോദ്യ രീതികൾ മാറി. ഇപ്പോൾ 20 പാറ്റേണുകളുണ്ട്. 20 പാറ്റേണുകളിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. PSCയിൽ ഇപ്പോൾ ഉള്ള 20 പാറ്റേൺസ് ഏതൊക്കെയാണ്, അത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നൊക്കെയുള്ളൊരു വീഡിയോ എൻട്രിയുടെ ചാനൽ നോക്കിയാൽ കാണാം. 20 പാറ്റേൺസ് ഇൻ PSC എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി. സുജേഷ് പുറക്കാടുന്നോ എൻട്രി ആപ്പ് എന്നോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടും. അതിൽ 20 രീതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് തന്നെ പലതരത്തിലുണ്ട്, ചേരുംപടി ചേർക്കലുണ്ട്, അങ്ങനെ 20ഓളം രീതികളുണ്ട്. ആ ഓരോ രീതിയിലുള്ള ചോദ്യങ്ങൾ ഏത് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ 20 പാറ്റേണുകൾ നമ്മളെ മനസ്സിലുണ്ടാവണം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കണം. എന്നാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടോ അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം. എന്നാലേ നമുക്കതിൽ സ്പീഡ് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ച കൊണ്ട് മാത്രം കാര്യമില്ല, പരിശീലിക്കണം. പരിശീലിച്ചാലേ നിങ്ങൾക്ക് എന്ത് കൂടുള്ളൂ, വേഗത കൂടുള്ളൂ. ടൈം മാനേജ്മെൻറ്റ് ഇതിലൊരു പ്രധാന ഘടകമാണ്. 1.5 മണിക്കൂറാണ് നമുക്ക് ആകെ സമയം ഉണ്ടാവുക പല പരീക്ഷകളുടെയും. ഓക്കെ, ആ 1.5 മണിക്കൂറിൽ 100 ചോദ്യം നമ്മൾ പൂർത്തിയാക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ സമയത്തിൻ്റെ കുറവ് വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം സ്പീഡ് കൂട്ടണം. സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ വായിച്ച് പഠിച്ചാൽ മാത്രം പോരാ, ക്ലാസ് കണ്ട് പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിച്ചത് പ്രയോഗിക്കണം. അല്ലേ, മാക്സിമം എക്സാമുകൾ എഴുതണം. റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ 20 പാറ്റേണുകൾ മനസ്സിലുണ്ടാവണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് ലെവൽ 10th ലെവൽ പരീക്ഷകൾ, LDC പോലെയുള്ള 10th ലെവൽ പരീക്ഷകളാണെങ്കിൽ, ഇനി CPO പോലെയുള്ള യൂണിഫോം തസ്തികകളിലേക്കുള്ള +2 ലെവൽ പരീക്ഷകളാണെങ്കിൽ, അല്ലെങ്കിൽ SI പോലെയുള്ള സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോലെയുള്ള LSC സെക്രട്ടറി പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ, ഏത് ലെവൽ പരീക്ഷകൾക്കാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അത്തരം പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളെ പരിചയപ്പെടണം. അതാണ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഓക്കെ, ആ ഒരു 2020-21 മുതൽ ഇങ്ങോട്ടേക്കുള്ള ചോദ്യ പേപ്പറുകൾ നോക്കിയാൽ മതി. അതിന് പഴയ നോക്കണ്ട കേട്ടോ, കാരണം കാലഘട്ടമെല്ലാം മാറി, ചോദ്യ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അത് മുതൽ ഇങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എന്തൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വിശകലനം ചെയ്തിട്ടാണ് ഞാൻ ഈ 20 പാറ്റേണുകൾ കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിൽ വെക്കണം. എന്നിട്ട് വേണം ഓരോ ഏരിയകളും പഠിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ഞാൻ സ്റ്റഡി പ്ലാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുക, ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തറവാക്കാനാണ്. കാരണം എന്താ, ആ ഒരു 5-10 കൊല്ലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തറവാക്കിയാൽ തന്നെ പണ്ടത്തെ മാർക്ക് കിട്ടും, ഒരു 80% മുകളിൽ മാർക്ക് കിട്ടും. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എന്താണ്, ആവർത്തന ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ പ്രീവിയസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് എന്തായിരിക്കണം, ട്രെൻഡ് മനസ്സിലാക്കാനും ചോദ്യരീതികൾ മനസ്സിലാക്കാനുള്ള ഒരു ദിശാസൂചകം മാത്രമാണ്. വളരെ കുറച്ച് ശതമാനം ചോദ്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആവർത്തിക്കുകയുള്ളൂ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, ട്രെൻഡ് കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, ഇപ്പോൾ നമ്മളെ പഠനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോട്ട് ടോപ്പിക്സ് ആണ്. കാരണം നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ അറിയാം, ചാനലിൽ നോക്കിയാൽ അറിയാം, നമ്മുടെ ഏത് PSC പരീക്ഷയ്ക്കായാലും ആ ഒരു പരീക്ഷയുടെ നിലവിൽ നടക്കുന്ന ട്രെൻഡുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറേ ഹോട്ട് ടോപ്പിക്സുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് വെച്ച് പഠനം തുടങ്ങുന്നവർക്കുള്ള ഗുണം എന്താ അറിയോ, എളുപ്പത്തിൽ മാർക്ക് കയറിങ്ങ് പോരും. നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകമായി പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ആദ്യ പേജ് മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചു പോവുകയാണ്. നിങ്ങൾ ഒരു ദിവസം തുടങ്ങി ഒരു 2 ആഴ്ച എടുത്തു വിചാരിക്കും, 2 ആഴ്ച വായിച്ചു.
നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ചോദ്യം ഒരു ചോദ്യപേപ്പറിൽ PSCയുടെ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് ഈ 2 ആഴ്ച പഠിച്ചെന്ന് കിട്ടുന്ന ചോദ്യം ചിലപ്പോൾ ഒരു 1-2 ചോദ്യമായിരിക്കും, ചിലപ്പോൾ ഒരു ചോദ്യം ഇട്ട് വരികയില്ല. അതേസമയം ഞാനീ പറയുന്ന പ്രധാന ഹോട്ട് ടോപ്പിക്സുകൾ, ഈ പരീക്ഷയിൽ ഏറ്റവും ആവർത്തിക്കുന്ന ഹോട്ട് ടോപ്പിക്സുകൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഈ 2 ആഴ്ച കൊണ്ട് ഈ ഹോട്ട് ടോപ്പിക്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് മാർക്ക് കയറി വരും. ഒരു 15 ഹോട്ട് ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ ഒരു 10-15 മാർക്ക് അവിടെ നിന്ന് തന്നെ കയറി വരും വെറും 2 ആഴ്ച കൊണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ ചോദ്യപേപ്പറുകളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതുകൊണ്ട്, അവിടെ നിന്ന് ഹോട്ട് ടോപ്പിക്സ് എടുത്ത് തരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം പഠിക്കാൻ, അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തോ ഇങ്ങനെ കാട് കയറി PSCക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന റാങ്ക് ഫയൽ വാങ്ങണം അത് പഠിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ പഠിക്കലേ ഉണ്ടാവുള്ളൂ, നമ്മൾ എവിടെ എത്തിപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിഞ്ഞുള്ള പഠനം വേണം. അതിപ്പോൾ LDCക്കായാലും +2 ലെവൽ പരീക്ഷയ്ക്കായാലും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കായാലും ഒക്കെയുള്ള ഹോട്ട് ടോപ്പിക്സുകൾ ഏതൊക്കെയാണുള്ള വീഡിയോസൊക്കെ മുമ്പ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ള, മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായിട്ടുള്ള അറിവ് മതി നമുക്ക്. എല്ലാ ടോപ്പിക്കിലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു, അതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. പക്ഷേ ഇന്നിപ്പോൾ നമുക്കത് പോരാ, മുകളിലൂടെയുള്ളൊരു അറിവ് പോരാ, നമുക്ക് എന്ത് വേണം? നല്ല ആഴത്തിലുള്ള അറിവ് വേണം. ഇൻ ഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഇന്ന് ആവശ്യം എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചുറപ്പിക്കണം. ആ രീതിയിലുള്ളൊരു പഠനമാണ് ഇന്ന് ആവശ്യം. അല്ലാതെ മുമ്പത്തെ പോലെ ഒരു ദിവസം അല്ലേ അരമണിക്കൂർ ഹിസ്റ്ററി പഠിക്കുന്നു, അരമണിക്കൂർ ജോഗ്രഫി പഠിക്കുന്നു, അരമണിക്കൂർ സയൻസ് പഠിക്കുന്നു, അരമണിക്കൂർ കണക്ക് പഠിക്കുന്നു, അരമണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ അന്ന് പഠിച്ചതെന്ന് തന്നെ വരും. ഇപ്പോൾ എല്ലാം കൂടി അവിയൽ പരുവത്തിലാവുകയും ചെയ്യും. ഈ പഠിച്ചത് എന്നിട്ട് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ആ പഠിച്ച കാര്യം മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. അവിടെ ഒരു ഏരിയ, ഒരു വിഷയമേഖല, ആ ഒരു വിഷയമേഖല ഒരു 150 ഫാക്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ ആ 150 ഫാക്റ്റും കൃത്യമായി പഠിച്ചാലേ ഇപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടായിരുന്നെങ്കിൽ അതിലൊരു 10-25 ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഉണ്ട്, അത് തന്നെയായിരിക്കും ആവർത്തിച്ച് ചോദിക്കുക. ആ 25 ഫാക്ട്സ് മാത്രം പഠിച്ചു പോകുന്നവരും മിക്കവാറും പരീക്ഷകൾ എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. കാരണം അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയല്ലേ. പക്ഷെ ഇന്നതല്ല. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് അൺഇമ്പോർട്ടൻ്റ് എന്ന് വേർതിരിച്ച വസ്തുതകളിൽ ഒരു പക്ഷേ അൺഇമ്പോർട്ടൻ്റ് ആയി കണ്ട് നമ്മൾ പഠിക്കാതെ വിട്ട പോയിൻ്റ് ആയിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് അറിയില്ലെങ്കിൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് പഠിച്ച് തീർത്ത് തന്നെ പോകണം. അങ്ങനെ ഓരോ ഏരിയകളായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അല്ലാതെ മൊത്തത്തിലുള്ളൊരു കാടടക്കിയുള്ള വെടിവെക്കലൊന്നും എന്ത് ചെയ്യില്ല, ഇന്നത്തെ കാലത്ത് ഗുണം ചെയ്യില്ല. മത്സര പരീക്ഷയുടെ രീതി മാറി, PSCയുടെ സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കുക. പിന്നെ മാക്സിമം റിവിഷൻ എക്സാമുകൾ ഒരു നിശ്ചിത ദിവസങ്ങളിൽ പഠിക്കുമ്പോൾ നമ്മളെ ബാച്ചിലൊക്കെ ആ രീതിയിലാണ്. കുറച്ച് എക്സാമുകൾ കുറച്ച് ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും അതിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും. അതുകൂടാതെ കുറച്ച് ടേം എത്തുന്ന സമയത്ത് കുറച്ച് റിവിഷൻ ഡേ തരും, എന്നിട്ട് അതിൻ്റെ റിവിഷൻ എക്സാം നടത്തും. വീണ്ടും അടുത്ത ഡേ പ്ലാനുകൾ പോകും, എന്നിട്ട് ആ ഓരോ ഡേയിൽ എക്സാം ഉണ്ടാവും. ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ അതിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ പോവുക. നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നവരാണെങ്കിലും ആപ്പിൽ ചേർന്ന് നമ്മുടെ കൂടെ ചേർന്ന് പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ ആ രീതിയിൽ എന്ത് ചെയ്യണം? ഇടയ്ക്കിടെ എന്ത് ചെയ്യണം? ഈ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് ചെയ്യണം? റിവിഷൻ നടത്തണം. റിവിഷൻ നടത്തിയോണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. എന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പെർഫെക്റ്റ് ആവുള്ളൂ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി മാറുകയുള്ളൂ. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. ഒരു സർക്കാർ ജോലി നേടിയ ഒരാളുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതെ കിട്ടില്ല. അതെല്ലാം കൃത്യമായിട്ട് നിരന്തരമായിട്ട് ഇതിങ്ങനെ ചെയ്തു പോയാലേ എന്ത് ചെയ്യുള്ളൂ? നടക്കുകയുള്ളൂ. പിന്നെ മോഡൽ എക്സാമുകൾ, മാതൃകാ പരീക്ഷകൾ, നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന പരീക്ഷയുടെ അതേ രീതിയിലുള്ള പരീക്ഷകൾ, അത് മാക്സിമം അറ്റൻഡ് ചെയ്യണം. പക്ഷെ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുന്നതിൽ കാര്യമില്ല. തുടക്കത്തിലേ നമ്മൾ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുന്ന മോഡൽ എക്സാമുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുക ചെയ്യുക. കാരണം നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടേ ഉള്ളൂ. നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക അറിയുന്ന ചോദ്യം. നിങ്ങൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞോ കേട്ട് PSC പഠിക്കാറങ്ങി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആ 100 മാർക്കിൻ്റെത് മോഡൽ എക്സാം പോലെ ചെയ്തു നോക്കിയാലുള്ള സ്ഥിതി എന്താ? നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. നെഗറ്റീവ് മാർക്കായിരിക്കും കിട്ടുക അല്ലേ? പിന്നെ അങ്ങോട്ടേക്ക് പല പരീക്ഷ എഴുതി കടം വീടേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ, അല്ല അതാവുമ്പോൾ എന്താ പ്രശ്നം? ഇതെന്നെ കൊണ്ട് പറ്റൂല പറഞ്ഞാൽ നമ്മൾ ഇട്ടേച്ച് പോകും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിവ് വേണം. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് ഇത്ര മാർക്കേ കിട്ടുള്ളൂ, പ്രശ്നമില്ല. പക്ഷെ ഇതെന്താണ് ചോദ്യ രീതി എന്ന് ഞാൻ പരിചയപ്പെടുന്നു, എൻ്റെ സ്പീഡ് കൂടുന്നു. ഈ തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണേൽ മോഡൽ എക്സാം എഴുതാം. ഈ തിരിച്ചറിവില്ല എങ്കിൽ നിങ്ങൾ മോഡൽ എക്സാമൊക്കെ എഴുതുന്നത് എപ്പോഴാണ് നല്ലത്? കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഒരു അത്യാവശ്യം ലെവലൊക്കെ ആയതിനു ശേഷം എഴുതിയാൽ മതി എന്നുള്ളതാണ് മോഡൽ എക്സാമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന്. അതുകൊണ്ട് നമുക്ക് സ്പീഡ്, ആക്യുറസി ഇതൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് വേറെയും പല കാര്യങ്ങൾ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി ചെയ്യാനുണ്ട്. പരീക്ഷ ചെയ്യുന്ന പേന പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ മുമ്പൊക്കെ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മൈക്രോ ലെവലിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയണ്ടാവില്ല, പുതിയ ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന വിശ്വാസം കൊണ്ട് ഒരു പുതിയ പേനയും വാങ്ങിയിട്ടാണ് പരീക്ഷ എഴുതാൻ പോവുക. അതാണോ വേണ്ടത്? അല്ല. ഒരാഴ്ച മുന്നേ ഒരു പേന വാങ്ങിയിട്ട് അതുകൊണ്ട് എഴുതി ശീലിക്കണം. അങ്ങനെയുള്ള ആ ഒരു സാധനം കൊണ്ട്, ഇത് OMR അല്ലേ, 100 ചോദ്യങ്ങൾ അല്ലേ, ബബിൾ ചെയ്യാനുണ്ടാവുക. നമുക്ക് ഇങ്ങനെ 100 എണ്ണം ഉണ്ടാവും, 100 ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ പുതിയ വാങ്ങിയൊരു പേന കൊണ്ട് ബബിൾ ചെയ്യുന്നതും
നിങ്ങളൊരാഴ്ച ഉപയോഗിച്ച പേന കൊണ്ട് ബബിൾ ചെയ്യുന്നതും തമ്മിൽ മൊത്തം 100 എണ്ണത്തിൽ നോക്കുമ്പോൾ ഒരു 5-10 എണ്ണത്തിൻ്റെ വ്യത്യാസം അവിടെ തന്നെ കിടക്കും. വെറും പേന കുറച്ച് ഉപയോഗിച്ച് ശീലിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് സമയം കുറേ ലാഭിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് എളുപ്പമായിട്ട് മാറും. പരീക്ഷയിൽ നിങ്ങൾക്ക് സമയമില്ലാത്ത അവസ്ഥ വരില്ല. അവസാനം 5-10 മിനിറ്റ് എക്സ്ട്രാ കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നേരത്തെ വിട്ട ചോദ്യങ്ങളിൽ നിന്ന് മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ദെൻ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? 10th ലെവലാണെങ്കിൽ, +2 ലെവലാണെങ്കിൽ, ഡിഗ്രി ലെവലാണെങ്കിൽ ഓരോന്നിനും പ്രത്യേകം സിലബസ് ഉണ്ട്. ഇപ്പോൾ PSCയുടെ സിലബസ് കിട്ടും നിങ്ങൾക്ക്. LDC ആണെങ്കിൽ LDCയുടെ സിലബസ് ഒക്കെ ഓൾറെഡി വന്ന സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. +2 ലെവൽ പരീക്ഷകൾ CPO പോലെയുള്ള എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ പോലെയുള്ള, സിവിൽ പോലീസ് ഓഫീസർ പോലെയുള്ള, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലെയുള്ള യൂണിഫോം തസ്തികകളിലേക്കുള്ള +2 ലെവൽ പരീക്ഷകളുണ്ട്. പിന്നെ SI പോലെയുള്ള, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്. സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോലെയുള്ള, LSC സെക്രട്ടറി പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്. ഏതിനാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതിൻ്റെയൊക്കെ സിലബസ് ഇപ്പോൾ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി ഈ കാലഘട്ടത്തിൽ PSC പരീക്ഷ നടത്തി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. ആ ഒരു സിലബസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അവിടെ 10th ലെവലിൽ നമ്മൾ ആ ഒരു സിലബസിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആദ്യ റാങ്ക് നേടാൻ പറ്റുള്ളൂ. അതേസമയം +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ അത്ര ഉയർന്ന കട്ട് ഓഫ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അവിടെ ഒരു ചെറിയ സെലക്റ്റീവ് സ്റ്റഡി ഒക്കെ നടത്താൻ പറ്റും, അല്ലെ? കുറേ ഏരിയകളൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം എന്താ? ആ രീതിയിലാണ് ചോദ്യം വരും. ഇപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിൽ 100 മാർക്കിൻ്റെ പരീക്ഷയിൽ അവിടെ കട്ട് ഓഫ് ചിലപ്പോൾ 45-50 ഒക്കെ ഉണ്ടാവുള്ളൂ. അവിടെ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് 20 മാർക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവും, മാത്സും 20 മാർക്ക് മാത്സ്, ഇംഗ്ലീഷും മലയാളം, ഇതെല്ലാം കൂടെ അല്ലേ 50 മാർക്കിന് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ആ 50-ൽ തന്നെ കുറേ സ്കോർ ചെയ്യാം. ബാക്കി GKയിലും കുറേ സ്കോർ ചെയ്താൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സെലക്റ്റീവ് സ്റ്റഡി +2 ലെവലിലും ഡിഗ്രി ലെവലിലും നടക്കും. എന്ന് വെച്ചാൽ അതാണ് എളുപ്പം, മറ്റത് ബുദ്ധിമുട്ടാണെന്നല്ല. പക്ഷേ മറ്റത് എന്താണ്? സിലബസ് ഏകദേശം നമ്മൾ എല്ലാ ഏരിയയും നമ്മൾ സ്ട്രോങ് ആക്കി തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ചുള്ള ഓരോ സ്റ്റഡി പ്ലാനും കൃത്യമായിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ പരീക്ഷയുടെയും കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരം വീഡിയോസൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കിക്കാണുക. ഓക്കെ, ഈ രീതിയിൽ ഏതാണോ നിങ്ങളുടെ ലക്ഷ്യം അതിനനുസരിച്ച് ആ സിലബസ് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിച്ച് മുന്നേറുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഡിഗ്രി ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ, അല്ലെങ്കിൽ മറ്റു പരീക്ഷകൾ, മറ്റു യോഗ്യതകൾ ഇപ്പോൾ നേടിക്കഴിഞ്ഞ ഫ്രഷ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് ഇതാണ്: ഇനിയും വൈകി നിൽക്കരുത്. കാരണം ഇപ്പം നമ്മൾ പല എൻ്റർടൈൻമെൻറ്റുകളിലായിട്ട് ഇങ്ങനെ സമയം നഷ്ടപ്പെടുത്തുകയായിരിക്കും. കാരണം ഒരു പ്രശ്നവുമില്ല. കാരണം വീട്ടുകാർ പറയാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, കുറച്ചും കൂടെ എത്തട്ടെ, ഓനെന്താവും നോക്കട്ടെ, എന്നിട്ടൊക്കെ അവർ പറയുള്ളൂ, അല്ലേ? നാട്ടുകാർ അങ്ങനെ പറയുള്ളൂ, കുറച്ച് കഴിഞ്ഞാലേ പറയുള്ളൂ. ഡിഗ്രി കഴിഞ്ഞിറങ്ങിയാൽ പിറ്റേന്ന് തന്നെ നിങ്ങളോട് ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കാൻ മാത്രം വിഡ്ഢികളല്ല. പക്ഷേ ഒരാഴ്ച നിങ്ങൾ നേരത്തെ കണ്ടോട്ടെ, സ്ഥിരമായിട്ട് കണ്ടോട്ടെ, ചോദ്യങ്ങൾ വന്നു തുടങ്ങും. അങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് പകരം ഇപ്പോഴേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു സിമ്പിൾ ടാസ്ക്കാണ്. അല്ലെങ്കിൽ ഇതൊരു ഹിമാലയൻ ടാസ്ക് ആയിട്ട് മാറും. വൈകുന്തോറും എത്രയധികം വൈകുന്നുവോ അത്രയധികം വലിയൊരു ബുദ്ധിമുട്ടുള്ള വർക്കായിട്ട് ഈ ഒരു മത്സര പരീക്ഷ എന്നുള്ള സാധനം മാറും. നിങ്ങൾ ഫ്രഷ് ആയിരിക്കുമ്പോൾ, നിങ്ങളുടെ ബ്രെയിന് നല്ല പവർ നിൽക്കുന്ന സമയത്ത്, അതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പവർ കൂടും, അതിൻ്റെ കഴിവ് കൂടും. സ്വാഭാവികമാണ്. അത് ഉപയോഗിക്കാതെ വെക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കഴിവ് കുറയും. അതെന്ത് സാധനം അങ്ങനെ തന്നെ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, അല്ലേ? നോക്കിയേ, നിങ്ങൾ വലത്തെ കൈ ഇടത്തെ കൈ വ്യത്യാസമില്ലേ? നിങ്ങളൊരു വലം കൈയ്യനാണെങ്കിൽ വലത് കൈക്ക് എന്തായിരിക്കും? കുറച്ചുകൂടെ മസിൽസൊക്കെ കൂടുതലുണ്ടാവും. സ്വാഭാവികമാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇൻസ്റ്റയിലെയും ഫേസ്ബുക്കിലെയും റീൽസും ഷോർട്സും ഒക്കെ കണ്ടുകൊണ്ട് കാലങ്ങൾ ഇങ്ങനെ പോയിട്ട് അവസാനം ഇതിനിറങ്ങിത്തിരിക്കുമ്പോൾ വലിയ കഷ്ടപ്പാടായിരിക്കും. അതേസമയം ഇപ്പോഴാണ് ഇതിനിറങ്ങിത്തിരിക്കുന്നതെങ്കിൽ പുഷ്പം പോലെ അങ്ങ് പിടിച്ചെടുക്കാൻ പറ്റും. 1 വർഷം, അല്ലേ? ഇപ്പോൾ ആയതുകൊണ്ടാണ് 1 വർഷം. കാരണം എന്താ, സൈഡിൽ നിങ്ങളെ പഠനവും പോകണമല്ലോ. ആ ഒരു സാധനം 1 വർഷം ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നേടാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എൻട്രി ആപ്പിലുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടവർക്കുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളോട് ഞാനിത് പറയുന്നത്, നിങ്ങളെപ്പോലെയുള്ള പ്രായത്തിൽ സർക്കാർ ജോലി നേടിയത് കൊണ്ട് ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളിലും എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നു എന്നുള്ള ഒരു ഘടകം കൂടെ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ധൈര്യത്തോടെ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അതല്ലാതെ ഇതൊന്നും നേടാതെ വന്ന് നിങ്ങളോട് വെറുതെ വായ്ത്താളം അടിക്കുന്നതല്ല. അതായത് എൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ്: ഒന്നുകിൽ നമ്മൾ വിജയിക്കണം ഒരു കാര്യത്തിൽ, എന്നാലേ നമുക്ക് അതിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കാനുള്ള അർഹതയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ നമ്മൾ അതിനെ ശ്രമിച്ച് തോൽക്കണം, എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം.
ജയിച്ചവന് മാത്രമല്ല തോറ്റവന് പറഞ്ഞു കൊടുക്കാം. കാരണം എന്താ, ഇവന് ഓരോ തവണയും തോൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കണക്കിലെടുക്കാം. പക്ഷേ ഇതിനൊന്നും ശ്രമിക്കാത്ത ആളുകളും ഇപ്പോൾ പലയിടത്തിലും നിങ്ങളെടുത്ത് പറയാനുണ്ടാവും, യൂട്യൂബിലായാലും നാട്ടിലായാലും അല്ലേ. അയാൾ ഇതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്താണ്, വെറുതെ തട്ടി വിടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് വിജയിച്ചവരുടെ വാക്കുകൾ അല്ലേ, അതിനെ ശ്രമിച്ചു തോറ്റുപോയ ആളുകളുടെ വാക്കുകൾ. അവർക്ക് ബോധം ഉണ്ടെങ്കിലാണേ, തോറ്റുപോയത് ശ്രമിച്ചിട്ടാണെങ്കിലാണേ, ആ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെപ്പറ്റി തിരിച്ചറിവുണ്ടെങ്കിലാണേ അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേൾക്കാം. അങ്ങനെ വിജയിച്ചവരുടെയും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുടെയും വാക്കുകളും ആ വാക്കുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വാക്കുകളും അതിൽ നിന്ന് നമുക്ക് പ്രയോഗിക്കാവുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഈ സൈഡുകളിൽ നിന്നുള്ള പല സൈഡുകളിൽ നിന്നുള്ള കുത്തുവാക്കുകളും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കേൾക്കും. ഒരു മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ 100 പേരുണ്ടാവും, 100 കാര്യങ്ങളുണ്ടാവും, 100 സംസാരങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളെ മുന്നോട്ട് പോകാൻ ഒറ്റ ചിന്തയേ ഉള്ളൂ, നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം അന്തസ്സോടെ അഭിമാനത്തോടെ തല ഉയർത്തി അല്ലേ സമൂഹത്തിൽ നിലനിൽക്കാൻ, എവിടെ പോകുമ്പോഴും ഒരു ബഹുമാനവും സ്വീകാര്യതയും കിട്ടാൻ, എനിക്ക് അന്തസ്സുള്ള ഒരു ജോലി വേണം എന്നുള്ള ഒരൊറ്റ ചിന്ത മതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും അത് നേടിയെടുക്കാനും. നിങ്ങൾക്കെല്ലാം അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ.